വർത്താനത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക. ഒരാളെ വർത്താനം കേട്ടാൽ അറിയാം ഓൻ്റെ സ്വഭാവം എന്താണ് എന്ന്. അസരസ്കരിക്കാൻ വേണ്ടി പള്ളിയേക്ക് വന്ന് അസരസ്കാരം കഴിഞ്ഞങ്ങാണ്ട് സുലൈമാൻ കാക്കാൻ്റെ ചായപ്പിടി പോയിങ്ങാണ്ട് ഉണ്ടിയും ചായ ഇങ്ങനെ തിന്നിരിക്കുകയാണ്. അപ്പോഴുള്ള വർത്താനം ഇങ്ങനെ കേട്ടാൽ അറിയാം എന്തേക്കാരം സ്വഭാവം എന്ന്. അപ്പോൾ ഇവർ പറയാം, എന്നിപ്പോഴേ വാട്സപ്പിലൊരു വാർത്ത വന്നിരുന്നു, കണ്ണൂരോ എവിടെ തോന്നുന്നുണ്ട്, ഒന്നിനാത്രം പോകുന്ന 2-3 ചെറുക്കന്മാർ ചെറിയ ഒരു പെൺകുടിനെ തട്ടിക്കൊണ്ടേക്കാത്രേ. എന്താ പോലെക്കാരവസ്ഥ അല്ലേ എന്നാ പറഞ്ഞ് കേട്ടാൽ അറിയും. അതേമാതിരി ചെറിയൊരു പെൺകുടിനെ കിട്ടിയാലും മൂപ്പരെന്തേക്കാരം കാട്ടുകയെന്ന്. വർത്താനത്തിലൊരു മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാവും. ഏത് മനുഷ്യൻ്റെ സംസാരത്തിലും അയാളുടെ സ്വഭാവം ഉണ്ടായിരിക്കും. തന്നെ ഈ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാകുക എപ്പോഴാണെന്ന് നിങ്ങൾ തിന്നാൻ കണ്ടാലാണ്. മനുഷ്യൻ്റെ എല്ലാ മര്യാദകളും എല്ലാ അദബുകളും പോകും ഭക്ഷണം കണ്ടാൽ. ഇപ്പം ഈ സദസ്സിൽ ഓരോ ഗ്ലാസ് ചായ കൊടുത്തു നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ എല്ലാ മര്യാദയും പോവുക തിന്നാൻ കണ്ടാലാണ്, ഭക്ഷണം കണ്ടാലാണ് എല്ലാ മര്യാദയും പോവുക. മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണ മര്യാദയാണ്. ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മുഴുവനും മര്യാദയുണ്ടായിരിക്കുമെന്നാണ്. ജീവിതത്തിൽ മൊത്തം മര്യാദ ഉണ്ടാവും ഭക്ഷണത്തിൽ മര്യാദ കാണിക്കുന്ന ആള്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും ഭക്ഷണ മര്യാദ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കണം. ബക്കറ്റ് നടത്തുക. ഒരു ബക്കറ്റ് പിരിവിന് വന്നിരുന്നു. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, തങ്ങൾ വന്നിട്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ തങ്ങളെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കലാക്കാം എന്ന്. അതുകൊണ്ട് ജാഗ്രത വലിച്ചോളി, കരുതിയിരുന്നോളി. നിങ്ങൾ ആ 10 തൊട്ട് പറ്റൂല, വലിയ നോട്ട് വേണ്ടി വരും. ആ സമയത്ത് സ്ത്രീകളെ ഭാഗത്തും പിരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. കരുതിയിരുന്നോളി. ഇല്ലാത്തൊരു കടം വാങ്ങി വെച്ചോളി. തങ്ങളെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ചെറിയ നോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല നോട്ട് കൊടുക്കേണ്ടി വരും. അതന്നെ ഈ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മനുഷ്യന്മാരാട്ടോ. പൊതുവേ ഇങ്ങനത്തെ ഉൾനാടുകളിലുള്ള ദീനീ പ്രബോധനമാണ് വളരെ ഉഷാറുള്ളത്. ഞാൻ എല്ലാ സ്ഥലത്തും പോണതല്ലേ. ഉൾനാട് അങ്ങാടികളിലൊക്കെ ഇപ്പം എങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കണേ, 10ാം ക്ലാസ്സിൽ +1 +2 പഠിക്കണ കുട്ടികൾ 10 കുട്ടികൾ കൂടിങ്ങാണ്ട് ഒരു യൂണിയൻ ഉണ്ടാക്കുക. ചിലയിടത്ത് ക്ലബ്ബ് എന്ന് പേരുണ്ടാവും, ചിലയിടത്ത് പേരുണ്ടാവില്ല. എന്നിട്ട് അങ്ങാടിയിലൊരു ഓഫീസ് ഇടുക, വാടകയ്ക്ക് റൂം എടുക്കുക. എന്നിട്ട് ഓൻ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുന്നതും അവിടെ തന്നെ, തിന്നുന്നതും അവിടെ തന്നെ, കുളിക്കുന്നതും അവിടെ തന്നെ, പെരേക്കും പോവില്ല. എപ്പോഴേലും ഒന്ന് പോയി നോക്കി വരും. പെരയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഓനെ കിട്ടൂല. കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ ചെന്ന ഒരു സ്ഥലത്ത് അങ്ങാടിയിൽ ഇതുപോലെ 24 റൂമുണ്ട് പറഞ്ഞു. ഒരു മഹലിൽ, ഒറ്റ മഹലിൽ 24 റൂം ഇതേമാതിരി കുട്ടികൾ എടുത്തിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ഓരോടൊരു കാര്യം പറഞ്ഞു, 24 റൂം കുട്ടികൾ എടുത്തതുണ്ടെങ്കിൽ 24 റൂം വാടക കൊടുത്ത ആൾക്കാരുണ്ടല്ലോ ഇവിടെ, ഓനുണ്ടല്ലോ മക്കള്. ആ മക്കൾ നേരാവാനും ഇല്ല. മദ്രസനൂർക്ക് 313 തിരിച്ചു കൊടുത്താളിയായിരുന്നു. ബദരീങ്ങൾ ഓൻ്റെ 313 കാത്തിക്കല്ലേ ഈ വാടക കൊടുത്തോൻ്റെ. ഒരാൾ വാടക കൊടുത്തിട്ടാണല്ലോ 24 റൂം എടുത്തത്, വെറുതെ എടുത്തതല്ലല്ലോ. ഓനുണ്ട് മക്കള്, ഓനും ആലോചിക്കണ്ടല്ലേ. ഒരു ദിവസം വൈകുന്നേരം അങ്ങനെ ഈ ഭാഗത്തേക്ക് പിന്നെ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പീടിയിൽ ഒരു ബേക്കറി കയറി. ബേക്കറിയുടെ പേരൊക്കെ നോക്കിയിട്ട് തന്നെ കയറിയത്. അറബി അക്ഷരം ചേർത്ത് വെച്ച പേരാണ്. അത് കണ്ടിട്ട് കയറിയതാണ്. ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്, സ്റ്റുഡൻസ് കോർണർ. ഒരു മൂല, ആ മൂലക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. എന്താ അതിൻ്റെ അർത്ഥം? 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 5:30 വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്നുങ്ങാണ്ട് ഒരു ജ്യൂസ് പറഞ്ഞുങ്ങാണ്ട് 2 കോയിലിട്ട് വലിച്ചുങ്ങാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. ഓനുണ്ടല്ലോ കുട്ടികൾ, ഓനുമില്ല മക്കള്. ഓന ആൺകുട്ടികളുണ്ട്, ഓന പെൺകുട്ടികളുണ്ട്. നേരാവണ്ടേ? ആരാൻ്റെ മക്കൾ നേരായാൽ തന്നെ നമ്മളതും നേരാവുള്ളൂ, നമ്മളത് നേരായാൽ തന്നെ ആരാൻ്റെതും നേരാവുള്ളൂ. എല്ലാവരതും ഒപ്പാണ് നേരാകുക. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചാണ് നേരാകുക.
അതുകൊണ്ട് നമ്മൾ നാട് മൊത്തത്തിൽ നേരാവണം. അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയും വിചാരപ്പെടുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ പരിപാലനം സ്വഭാവമാണ്. ഒരു പ്രദേശത്തിന് മൊത്തം ഒരേ സ്വഭാവം ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് വേണം? വേണ്ടാത്ത സ്വഭാവം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറ്റണം. ബോധവൽക്കരണം നടത്തി മാറ്റന്നെ വേണം. അതന്നെയാണ് ഈ പറഞ്ഞ സംഗതി. പറഞ്ഞാൽ മനുഷ്യന്മാർ നേരാകും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് വെറുതെ പറയാണ്. പറഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞു നോക്കായിട്ടാണ്. പറഞ്ഞാൽ നേരാവും. ആദ്യം ഒരാൾ നേരാവും, പിന്നെ രണ്ടാൾ നേരാവും, പിന്നെ മൂന്നാൾ നേരാവും, പിന്നെ ഈ മൂന്നാളിലൂടെ വേറെ മൂന്നാൾ നേരാവും, പിന്നെ ആറാളിലൂടെ വേറെ ആറാൾക്കാർ നേരാവും. അങ്ങനെയാണ് ഈ നേരാവൽ പറയണത്. അല്ലാതെ ഒറ്റടിക്കണ നേരാവലല്ല. പറഞ്ഞാൽ മാറ്റമൊക്കെ ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യന് ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യും. ഖുർആൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, ഉപദേശിച്ചുകൊണ്ടിരിക്കണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇതുപോലെയുള്ള പരിപാടികൾ നടക്കണം. എല്ലാ മഹല്ലിലും ഒരു മുടങ്ങാത്ത ഖുർആൻ ക്ലാസ് എപ്പോഴും ഉണ്ടാകണമെന്നാണ്. മാസത്തിലൊന്നോ 15 ദിവസം കൂടുമ്പോഴോ ആഴ്ചക്ക് നടക്കുമെങ്കിൽ ആഴ്ചക്ക് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാകണം. കുറച്ചാളെ വരുള്ളൂ, മതി. അവരിലൂടെ ബാക്കിയുള്ളവർ നേരാവും. എല്ലാവരും വരുമൊന്നുമില്ല, എല്ലാവർക്കും കൂടെ വരാൻ കഴിയൂല. പലർക്കും പല ചുറ്റുപാടും ഉണ്ടാവില്ലേ. രാത്രി ഡ്യൂട്ടിയുള്ളവർ വരെ ഉണ്ടാവും. അവർക്ക് വരാൻ കഴിഞ്ഞോണമെന്നില്ല. കുറച്ചാൾ വന്നാൽ മതി. ആ വന്ന ആളുകളിലൂടെ വരാത്ത ആളുകൾ നേരാവും. നമ്മൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് വരാത്ത ആൾക്കാരെ പറ്റി ആരോടാ വേദ പറയാ? വന്നവരോട്. അപ്പം നമുക്ക് തോന്നും എന്താപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമെന്ന്. ആ ഒരു കാര്യമുണ്ട്, ഓരോട് പറഞ്ഞാൽ മതി, നേരാവും. ജുമയ്ക്ക് നേരം വെക്കി വരുന്നവരെ പറ്റിയിട്ട് ആരോടാ വേദ പറയാ? നേരത്തെ വന്നവരോട്. നേരത്തെ വന്നവരോടാണ് വേദ പറയാ. അല്ലാതെ ഓലെ കിട്ടൂലല്ലോ. ദ്വാരക്കായിരിക്കാതെ പോണവരെ പറ്റിയിട്ട് ആരോടാ പറയാ? ദ്വാരക്കായിരിക്കണവരോട്. എന്താപ്പോൾ അതുകൊണ്ട് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്, അത് മതി. അങ്ങനെ പറഞ്ഞാൽ തന്നെ നേരാവും. അവരിലൂടെ ബാക്കിയുള്ളവർ നേരാവും. നമ്മളിങ്ങനെ നന്നാവൽ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ ഇൻഡയറക്റ്റാണ്. അതായത് 10 ആളുകൾക്കാണ് സ്വർഗ്ഗം ഉണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 ആൾക്ക് സ്വർഗ്ഗം ഉണ്ട് കാരണം അവരെയാണ് അശറത്തുൽ മുബശ്ശിരീങ്ങൾ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറയുന്നത് അശറത്തുൽ മുബശ്ശിരീങ്ങൾ. ഇതിൽ 4 ആൾക്കാർ 4 ഖലീഫമാരാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന അലി ബിൻ അബി ത്വാലിബ്. ഇങ്ങനെ 4 ആൾക്കാർ. ഇതിലൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴിച്ചാൽ 3 ആള്. ബാക്കിയുള്ള 6 പേരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇതിനാണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞത്. അവിടെ നന്നാവൽ ഇങ്ങനെയൊക്കെയാണ്, നേർക്ക് നേരെ നയിക്കണമെന്നില്ല. 6 ആളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന വന്നതാണ് അശറത്തുൽ മുബശ്ശിരീങ്ങളിലെ. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വല്ലാലായി വബിബിനി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി. ആണ് 6 ആൾക്കാർ. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വൽആലായി വബിബിനി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി ഉംനുൻ അലയ്യ ബിതൗബത്തിൻ മഖ്ബൂലത്തിൻ തംഹു ബിഹാ അന്നി അളീമ ഖതാഇ റിദ്വാനു റബ്ബി ദായിമൻ യഗ്ശാഹും മാനാഹത്തിൽ വർഖാഉ ബിൽ ബത്ഹാഇ ഹും അഹ്ലു ബദ്രിൻ ലാ യുളാമു മുഹിബ്ബുഹും ഫബിഹഖിഹിം ഇഖ്ബൽ ജമീഅ ദുആഇ. 6 ആൾക്കാരും ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ ജുമയ്ക്ക് വരാത്തവരെ പറ്റി ആരോട് പറഞ്ഞാൽ മതി? വന്നവരോട് പറഞ്ഞാൽ മതി. അതും വയ തന്നെയാണ്. പിരിവ് തരാത്തവരെ പറ്റി ആരോട് പറഞ്ഞാൽ മതി? തന്നവരോട് പറഞ്ഞാൽ മതി. അതും വയ തന്നെയാണ്. അതന്നെ. ജുമയ്ക്ക് നേരം വൈകി വരുന്നവരെ പറ്റിയിട്ട് ആരോട് പറഞ്ഞാൽ മതി? നേരത്തെ വരുന്ന ആൾക്കാരോട് പറഞ്ഞാലും മതി. അതും വയ തന്നെയാണ്. അതുകൊണ്ടൊക്കെ കാര്യമുണ്ട്. കാരണം മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് നേർക്ക് നേരായിക്കൊള്ളണമെന്നില്ല. ഒരാൾ കാരണം വേറൊരാൾ, അയാൾ കാരണം വേറൊരാൾ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ എന്നാണ്. നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലായ എന്നുള്ളടത്ത് അൽബാഉലി സബബിയാണ്. നീ കാരണം എന്നാണ്.
നേർക്ക് നേരാവണമെന്നില്ല, വേറൊരാൾ മുഖേനയായിരുന്നു, പക്ഷെ അതിൻ്റെ കാരണം ഇയാണ്, അങ്ങനെ ആയാലും മതി. അതാണ് സബബിനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് രണ്ടാമത്തേത് സ്വഭാവം നന്നാക്കലാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വഭാവം നന്നാവണമെങ്കിൽ കുറച്ചാൾക്കാർ സ്വഭാവം നേരായ എല്ലായിടത്തും നേരാവും. മാതാപിതാക്കളുടെ സ്വഭാവമാണ് മക്കൾക്ക് ഉണ്ടാവുക എന്നാണ്. മാതാപിതാക്കളുടെ സ്വഭാവം മക്കൾക്ക് ഉണ്ടാവും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പള്ളിക്ക് മദ്രസയിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ തിന്നാൻ പാടില്ലാത്ത, തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കണ്ടേ, ചളി മാത്രം തിന്നണേ, ആ തടിച്ച സാധനത്തിൻ്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കുക. 3ാം ക്ലാസ് പഠിക്കണേ ഒരു കുട്ടി ഓൻ്റെ അടുത്തിരിക്കണ കുട്ടിനെ തിന്നാൻ പാടില്ലാത്ത, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണ്ടേ, ചളി മാത്രം തിന്നണേ, തടിച്ചൊരു സാധനമുണ്ട് കുറുതായിട്ട്, അതിൻ്റെ പേര് വിളിച്ചു എന്ന് വിചാരിച്ചോളി. എന്നാൽ ആ പേര് വാപ്പ ഉമ്മാനെ പെരേന്ന് വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ പെരേന്ന് വിളിച്ചതാണെന്ന് ഉറപ്പാണ്. വേറെ എവിടുന്നേ കിട്ടിയത്? മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾക്ക് സ്വഭാവം കിട്ടുക തന്നെ. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആദ്യമായി പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള അന്നത്തെ വലിയ പരിപാടി അത് ഉമ്മയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ പഠിപ്പിക്കുക? വാപ്പാൻ്റെ കീശയിൽ നിന്ന് 100 ഉറുപ്പിക എടുത്തു. അപ്പോൾ ചെറുക്കൻ കണ്ടുപിടിക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ ഒരു 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞു ഐസ്ക്രീമൊന്നും തിന്നണ്ടായിരുന്നു, എൻ്റെ ഇത് പൈസ ഇല്ല, ഞാൻ തരൂലായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു തരൂലെങ്കിൽ ഞാൻ വാപ്പ വന്നാൽ വാപ്പാൻ്റെ കീശയെന്ന് എടുത്ത് പറയാൻ ഒരുങ്ങിയപ്പോൾ വേഗം 10 ഉറുപ്പിക എടുത്താണ് കൊടുത്തിട്ട് കൊണ്ടേക്കാൻ പണ്ടടക്കാൻ എൻ്റെ ഐസ്ക്രീം തന്നെയാണ് കൊടുത്തത്. ഇതിനാണ് ബ്ലാക്ക് മെയിലിങ് അറിയാം. ആരെ പഠിപ്പിച്ച്? ഉമ്മ പഠിപ്പിച്ച്. എന്താ വേണ്ടത്? എടുക്കണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. എടുക്കേണ്ടി വരും. ഇന്നെ പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എടുക്കാതെ കിട്ടൂല. അതുകൊണ്ട് എടുത്തോളി. പക്ഷെ എടുത്താൽ എന്ത് വേണം? എടുത്താൽ വേണ്ട എന്താ വെച്ചാൽ രാവിലെ തുണിങ്ങുപ്പായൊക്കെ എടുത്തുങ്ങാണ്ട് പോണ സമയത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പളിനോട് പറയണം, നോക്കി നിങ്ങൾ പോകുക, ഞാൻ കീശയെന്നൊരു 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടി കേൾക്കണം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി കട്ടതല്ലല്ലേ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഇതേമാതിരി ഇതൊക്കെ പഠിപ്പിക്കണത് ഉമ്മയും വാപ്പയാണ്. ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും സ്വഭാവം അല്ലാത്ത വേറൊരു സ്വഭാവം മക്കൾക്ക് ഉണ്ടാവില്ല. അൽ വലതു സിർറു അബീഹി എന്നാണ്. അൽ വലതു സിർറു അബീഹി എന്നാണ്. മകൻ പിതാവിൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. വിശാലാർത്ഥത്തിൽ പറയുമ്പോൾ മക്കൾ മാതാപിതാക്കളുടെ രഹസ്യം പരസ്യമാക്കുന്ന ആളുകളാണ് എന്ന്.